ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദേ നമ്മൾ ഈ പറക്കെ കെട്ടി പോകുന്നത് ചുമ്മാതാട്ടോ, പറക്കൊന്നും കിട്ടിയില്ല. രണ്ട് കാര്യങ്ങൾക്കാണ് കൊല്ലത്ത് പോകുന്നത്. രണ്ടാമത്തെ കാര്യം ആദ്യം കാണിക്കാം. ജിമ്പലൊന്ന് സർവീസിന് കൊടുക്കണമായിരുന്നു. പിന്നെ ഫസ്റ്റത്തെ കാര്യം ലാസ്റ്റ് കാണിക്കാം കേട്ടോ, എന്താ സംഭവം എന്ന്. അതിന് ശേഷം നമ്മൾ ജിമ്പൽ കൊടുത്തിട്ട് നേരെ പോയത് ഒയാസിസ് ടാറ്റു സ്റ്റുഡിയോ ആണ്. സരൺ എന്ന് പറയുന്ന ചേട്ടൻ്റെ വീടും സ്റ്റുഡിയോയും എല്ലാം കൂടി ചേർന്നിട്ട് തന്നെ കേട്ടോ. ആക്ച്വലി നമ്മൾ ടാറ്റു അടിക്കാനല്ല പോയേക്കണേ. നിങ്ങൾക്ക് ഏകദേശം ഈ പടങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായില്ലേ, ഇതൊരു ക്ലോക്കാണ്. ഇതിനകത്ത് ആ കാണുന്ന ക്ലോക്ക് മാത്രമേ ആ ചേട്ടൻ വാങ്ങിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും ആ ചേട്ടൻ ഉണ്ടാക്കിയതാണ്. ഈ പായ്ക്കപ്പൽ എന്തോ പുള്ളിക്കൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ഉണ്ടാക്കണം എന്നുള്ള, അത് ഓരോരുത്തരുടെ പാഷനാണ്. ഇപ്പം ചില ആൾക്കാർക്ക് പാട്ട് പാടാനാണ് കഴിവ്, ചില ആൾക്കാർക്ക് ഡാൻസ് കളിക്കാനാണ് കഴിവെന്ന് പറയുന്ന പോലെ ഓരോരുത്തരുടെ പാഷനും കഴിവുമൊക്കെ ഡിഫറെൻ്റ് ആണ്. പിന്നെ ഞങ്ങളെ മേളത്തെ നിലയിൽ ഒരു റൂമിലേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ മൊത്തത്തിൽ ഞെട്ടി തരിച്ചു പോയി ഗൈസ്. നിങ്ങൾ നോക്കിയേ, ഒരു വണ്ടി ശേഖരണം തന്നെ ഉണ്ട്. വണ്ടികൾ മാത്രമല്ല, ആ വണ്ടി പാർക്ക് ചെയ്യാനുള്ള വീട്, അതേപോലെ തന്നെ പോർച്ചുകൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ചില സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് അതേപോലെ തന്നെ ഉണ്ടാക്കും. പിന്നെ ചേട്ടനൊരു കുഞ്ഞു മോനുണ്ട്. കുറേ നേരം എൻ്റെ കയ്യിൽ ഇരുന്ന് കേട്ടോ. ലാസ്റ്റ് അവൻ പോകുന്നില്ല എന്നായി, കരച്ചിലായി. അവന് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ, കളിക്കാനാവട്ടെ ഇരുന്ന് ഓടിക്കാനാവട്ടെ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളെല്ലാവരും ഇൻസ്റ്റഗ്രാമിൽ കയറിയിട്ട് കുഞ്ഞു വണ്ടിക്കാരൻ എന്ന് പറയുന്ന ഒരു പേജ് ഇൻസ്റ്റഗ്രാമിൽ കയറിയിട്ട് സെർച്ച് ചെയ്യണം കേട്ടോ. അതിനകത്തുണ്ട് കുറേ, ചേട്ടന് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കണം, എല്ലാത്തിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പിന്നെ സരൺ എന്നാണ് ആക്ച്വലി ഈ പുള്ളീൻ്റെ ഒറിജിനൽ നെയിം. എന്ത് കണ്ടാലും അത് അതേപോലെ ഉണ്ടാക്കും. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ നമ്മുടെ നാട്ടിലെ തൂക്കുപാലം വരെ കണ്ടത്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തിനാണ് ഇവിടെ വന്നതെന്ന്. നമ്മൾ റെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എക്സസറീസ് ആവട്ടെ, ഡ്രസ്സാവട്ടെ, ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളൊരു 12 വേല് പണിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതെടുക്കാനാണ് വന്നത്. പിന്നെ കടപ്പാക്കട ജംഗ്ഷനിൽ ഗണപതി അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് കുറേ കടകളുണ്ട്, ചെറിയ ചെറിയ കടകൾ. അവിടെ ഷാർജ് കിട്ടും കേട്ടോ. 10 രൂപ, 20 രൂപ, 30 രൂപ, 40 രൂപ, 50 രൂപ. എപ്പോൾ നമ്മൾ കൊല്ലത്ത് വന്നാലും ഈ ലിബിൻ ചേട്ടനാണെങ്കിൽ ഇതാ ഇവിടെ പോകും. ആദ്യം ഒരു കടയിൽ പോയി 20ൻ്റെ ഒരു ഷാർജ കുടിച്ചിട്ട് ഇവിടെ വന്നിട്ട് വീണ്ടും 30ൻ്റെ 2 ഷാർജ. ഞാൻ ഞെട്ടി. എനിക്കിതൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ത്രോട്ടിൽ ഇൻഫെക്ഷൻ ഇതുവരെ മാറിയിട്ടില്ല. എങ്ങനെയാണ് അവർക്കൊക്കെ ഇത്ര തണുപ്പ് കഴിക്കാൻ പറ്റണേ? എനിക്കിപ്പോൾ ഐസ്ക്രീം കഴിക്കാൻ പറ്റില്ല. അല്ലേ തന്നെ നോർമലി ഞാൻ അങ്ങനെ ഐസ്ക്രീം കഴിക്കാറില്ല. പിന്നെ എപ്പോഴെങ്കിലും തോന്നിയാൽ കഴിക്കും. സാധനങ്ങളെല്ലാം സേഫാക്കി ഇനി തൈപ്പൂയത്തിൻ്റെ വെയിലും കാര്യങ്ങളും എല്ലാം ആയിട്ട് നേരെ മഞ്ജുമയുടെ വീട്ടിലോട്ട് പോവാം കേട്ടോ. അടുത്ത വിശേഷങ്ങളായിട്ട് വരാമേ. ടാറ്റാ.